കോമ്പൗണ്ടുകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ഡയാസോണിയം കോമ്പൗണ്ട്സിന്റെ പ്രാധാന്യം? പ്രധാനമായിട്ടും ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ സിന്തസിസിലാണ് ഡയാസോണിയം കോമ്പൗണ്ടുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ സിന്തസിസിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ ഡയാസോണിയം സോൾട്സ് ആർ യൂസ്ഡ് ആസ് ഗുഡ് ഇന്റർമീഡിയേറ്റ്സ് ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്ലൂറിൻ, ക്ലോറിൻ, ഹൈഡ്രോക്സിൽ, സയനൈഡ് ആൻഡ് നൈട്രോ ഗ്രൂപ്പ്സ് എക്സിട്ര ഇൻ ടു ദ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിലേക്ക് വളരെ ഈസി ആയിട്ട് ഫ്ലൂറിൻ, ക്ലോറിൻ, ഹൈഡ്രോക്സിൽ, സയനൈഡ്, നൈട്രോ പോലുള്ള ഗ്രൂപ്പുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഒരു ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. ഡയറക്റ്റായിട്ട് നമുക്കറിയാം ആരോമാറ്റിക് റിംഗിലേക്ക് ഫ്ലൂറിൻ, അയഡിൻ പോലെയുള്ള ഗ്രൂപ്പുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അതിനാൽ ബെൻസീൻ ഡയാസോണിയം സോൾട്ടുകൾ എടുത്തിട്ട് അതിലേക്ക് ഫ്ലൂറിൻ, അയഡിൻ പോലെയുള്ള ഗ്രൂപ്പുകൾ വളരെ ഈസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഫ്ലൂറൈഡ്സ്, അയഡൈഡ്സ് എക്സിട്ര ക്യാൻ ബി പ്രിപ്പയർഡ് ത്രൂ ദിസ് ബെൻസീൻ ഡയാസോണിയം കോമ്പൗണ്ട്സ്. അതുകൊണ്ട് തന്നെ ആരോമാറ്റിക് കോമ്പൗണ്ടിന്റെ സിന്തസിസിന്റെ ഫീൽഡിൽ ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സയനോ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ CN- എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഒരു ബെൻസീൻ റിംഗിലേക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം അല്ലേ? എന്നാൽ സയനോ ഗ്രൂപ്പിനെ ബെൻസീൻ റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ബെൻസീൻ ഡയാസോണിയം കോമ്പൗണ്ട്സ് ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഡയാസോ ഗ്രൂപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയാസോണിയം കോമ്പൗണ്ടുകൾ എല്ലാം തന്നെ ഒരുപാട് ആരോമാറ്റിക് കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷന് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്.